നമുക്ക് ആദ്യം തന്നെ കാസർഗോഡ് ജില്ല പൊതുവിലൊന്ന് നോക്കുമ്പോൾ കഴിഞ്ഞ തവണത്തെ 3-2 എന്ന രാഷ്ട്രീയ ചിത്രത്തിൽ കാതലായ മാറ്റം വരാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കിരൺ പൊതുവിൽ കാസർഗോഡ് നിരീക്ഷിക്കുന്നുണ്ടോ? സജിത്തെ, കാസർഗോഡിനെ സംബന്ധിച്ച് പരിശോധിച്ചാൽ എപ്പോഴും ഈ 5 സീറ്റുകളിൽ 3 സീറ്റ് പൊതുവെ കഴിഞ്ഞ ഒരു 4-5 തെരഞ്ഞെടുപ്പൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരിക്കലൊഴികെ ബാക്കി എല്ലാ കാലത്തും LDF സീറ്റുകൾ തന്നെയാണ്. LDFന് അനുകൂലമായ വിജയം തന്നെയാണ് ഉണ്ടാകുന്നത്. 2 ഇടങ്ങളിലാണ് പ്രധാനമായും UDF വിജയം നേടാൻ കഴിയുന്നത്. ഈ 2 സീറ്റുകൾ മഞ്ചേശ്വരമായാലും മഞ്ചേശ്വരത്ത് ആണ് BJP കടുത്ത പോരാട്ടത്തിലേക്ക് വരികയും അവിടെ UDF എല്ലാ തവണയും അവിടെ വിജയിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയുണ്ടാകും. അവിടെ ക്രോസ് വോട്ടിംഗ് സംബന്ധിച്ച ചില ആരോപണങ്ങളും അല്ലെങ്കിൽ അത്തരം ചില സംഭവങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. സ്വാഭാവികമായും BJPയുടെ ഒരു വിജയം, കെ സുരേന്ദ്രൻ വിജയത്തിൻ്റെ തൊട്ട് അരികിൽ വരെ എത്തിയിട്ട് പരാജയപ്പെട്ട ഒരു സ്ഥലമാണ്. കാസർഗോഡിനെ സംബന്ധിച്ച് അങ്ങനെ കേരളത്തിൻ്റെ ഈ തിരുവനന്തപുരം പോലെയോ അല്ലെങ്കിൽ മറ്റൊരു ജില്ലയെ പോലെയോ കേരളത്തിൻ്റെ ഭരണവുമായി ഏതെങ്കിലും ഒരു തലത്തിൽ ഈ കാസർഗോഡ് ജില്ലയിലെ വിജയം കൊണ്ട് മാറ്റം ഉണ്ടാവുന്നില്ല. ഒരു കഴിഞ്ഞ ചിത്രം തന്നെ പരിശോധിച്ചാൽ നമുക്കറിയാം. 96-ൽ 3-2, 2001-ൽ 2-3. അത് മാത്രമാണ് 2001-ൽ മാത്രമാണ് UDFന് അവിടെ ഒരു മേൽക്കൈ ഉണ്ട്. അത് ഒറ്റ സീറ്റിൻ്റെ ഒരു മേൽക്കൈ മാത്രമാണ് UDFനുണ്ട്. അത് 2006-ൽ 3-2 ആയിരുന്നു. 2011-ലും അത് 3-2 ആയിരുന്നു. 2016-ലും അത് 3-2 ആയിരുന്നു. 2021-ലും അത് 3-2 എന്നുള്ളത് തന്നെയായിരുന്നു. അവിടെ മഞ്ചേശ്വരവും കാസർഗോഡുമാണ് ഈ 2 മണ്ഡലങ്ങളാണ് അവിടെ UDFന് വിജയിക്കാൻ കഴിയുന്നത്. ഈ 2 മണ്ഡലങ്ങളുടെയും ഒരു പ്രത്യേകത, ഈ 2 മണ്ഡലങ്ങളിലും കടുത്ത ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളാണ്. ഈ മണ്ഡലങ്ങൾ BJP വിജയസാധ്യത പ്രതീക്ഷിക്കുന്ന 2 മണ്ഡലങ്ങളാണ്. ആ 2 മണ്ഡലങ്ങളാണ് UDFന് വിജയസാധ്യതയുള്ള അല്ലെങ്കിൽ UDF തുടർച്ചയായി വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് മണ്ഡലം ഉദുമയായാലും കാഞ്ഞങ്ങാടായാലും തൃക്കരിപ്പൂരായാലും ഈ 3 മണ്ഡലങ്ങളും തുടർച്ചയായി തന്നെ LDF വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. LDFൻ്റെ അല്ലെങ്കിൽ CPMൻ്റെ വലിയ ശേഷിയുള്ള മണ്ഡലങ്ങൾ തന്നെയാണ്. അവിടെ ഒരു കാര്യമായ തരത്തിലേക്ക് കാസർഗോഡ് ജില്ലയിൽ അങ്ങനെ ഇതുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ അങ്ങനെ കോൺഗ്രസിന് ഒരു വലിയ ആധിപത്യം ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ LDF അവിടെ തൂത്തുവാരുമെന്നോ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രത്യേകിച്ച് മഞ്ചേശ്വരവും കാസർഗോഡും ഈ 2 മണ്ഡലങ്ങളെ സംബന്ധിച്ച് ഈ ത്രികോണ പോരാട്ടം നടക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അവിടെ ത്രികോണ പോരാട്ടത്തിൽ ഏത് മുന്നണിക്കാണോ വിജയസാധ്യത ഉള്ളിടത്തേക്ക് ഇടതുമുന്നണിയുടെയും UDFൻ്റെയും ഒക്കെ പലപ്പോഴും UDFന് വിജയസാധ്യത കൂടുതൽ വരുമ്പോൾ ഇടതുമുന്നണിയിൽ നിന്നും ഒക്കെ BJP വിജയിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകൾ മറിച്ച് വോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നൊരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ കാസർഗോഡിൽ ഇനി മാറ്റമുണ്ടായാൽ പോലും ഇനി 2 സീറ്റ് അധികം LDFന് ജയിച്ചാലും അല്ലെങ്കിൽ UDF ഈ 5 സീറ്റുകളിൽ നിന്ന് എന്തായാലും എല്ലാ സീറ്റ് തൃക്കരിപ്പൂരൊന്നും UDFന് പിടിച്ചെടുക്കാൻ ഒരു കാരണവശാലും കഴിയുന്ന സീറ്റുകളല്ല. UDFന് വിജയിക്കാൻ കഴിഞ്ഞാൽ തന്നെ പരമാവധി അവിടെ കഴിയുന്നത് 3 സീറ്റുകളിലേക്ക് മാത്രം എത്താനാണ് ഇതുവരെയുള്ള സാഹചര്യം. അല്ലെങ്കിൽ വലിയ രാഷ്ട്രീയ അട്ടിമറിയൊക്കെ നടക്കണം, രാഷ്ട്രീയപരമായി വലിയ വ്യത്യാസമൊക്കെ ഉണ്ടായി അങ്ങനെ ഭരണവിരുദ്ധ വികാരമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ക്ലീൻ സ്വീപ്പ് എന്നൊക്കെ പറയുന്ന മട്ടിലേക്ക് ഒരു പൊതുവികാരമൊക്കെ ഉണ്ടായാൽ മാത്രമേ അവിടെ LDFനോ UDFനോ അങ്ങനെ ഒരു സമഗ്രാധിപത്യത്തിലേക്ക് എത്താനുള്ള സാധ്യതയുള്ളൂ. അതാണ് കാസർഗോഡ് പറയുന്ന കാര്യം. രാകേഷ് ഒരു പക്ഷേ നേരിട്ട് അറിയാവുന്ന ഇടങ്ങളൊക്കെ ഉൾപ്പെടുന്ന സ്ഥലം കൂടിയാണല്ലോ കാസർഗോഡ് ജില്ലയുടെ രാഷ്ട്രീയ ചിത്രത്തിൽ കിരൺ സൂചിപ്പിച്ചതുപോലെ കാസർഗോഡ് ഈ ജില്ലയിൽ ആർക്ക് ആധിപത്യമൊന്നും കേരള ഭരണത്തിൽ അത്ര കണ്ട് വലിയ ഫാക്ടറൊന്നുമല്ല. പക്ഷേ അതിൻ്റെ രാഷ്ട്രീയ ചിത്രത്തിൽ കാര്യമായ മാറ്റമുണ്ടായെങ്കിൽ അതൊരു പൊതുചിത്രത്തിൻ്റെ ഭാഗം കൂടിയാവാം. ഈ കാസർഗോഡ് കാറ്റ് ഭയങ്കരമായ രീതിയിൽ മാറാനുള്ള സാഹചര്യം പ്രത്യേകിച്ചുണ്ടോ? ഈ നാഷണൽ ഹൈവേ ഒരു അവസാന ഘട്ടത്തിൽ ഒരു ഫാക്ടറായി ചില മേഖലകളിലെങ്കിലും വന്നിട്ടുണ്ട്. എന്താണ് അവിടെ ഒരു ഫാക്ടർ ആവാനുള്ള സൂചന നൽകുന്ന എന്തെങ്കിലും ഉണ്ടോ? കാസർഗോഡ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലൊക്കെ ഇടതാധിപത്യം അട്ടിമറിക്കപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. അത് 2 തെരഞ്ഞെടുപ്പിൽ കണ്ടതുമാണ്. അപ്പോൾ അത്തരം രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിയമസഭയിൽ ഉണ്ടോ അവിടെ? സജിത്ത്, ശരിക്കും ഒരു ഫുട്ബോൾ മത്സരത്തിൻ്റെ സ്കോർ ബോർഡ് പോലെയാണ് കാസർഗോഡ് എല്ലാ കാലത്തും അതിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം. 3-2. കാഞ്ഞങ്ങാട് മണ്ഡലം എടുക്കുകയാണെങ്കിൽ കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ 87-ലാണ് ഒരു തവണ കോൺഗ്രസ് UDF വിജയിച്ചിട്ടുള്ളത്. പിന്നീട് ഇങ്ങോട്ട് തുടർച്ചയായി ഇടതുപക്ഷം ജയിച്ചു വരുന്ന മണ്ഡലമാണ്. സമാന സാഹചര്യം തന്നെയാണ് ഉദുമ മണ്ഡലത്തിനുള്ളത്. തൃക്കരിപ്പൂരാകട്ടെ ആദ്യം അത് നീലേശ്വരം മണ്ഡലമായിരുന്നു. EMS ആദ്യമായി നിയമസഭയിലെത്തിയ മണ്ഡലമാണ്. പക്ഷേ തൃക്കരിപ്പൂർ എന്ന മണ്ഡലം 77 രൂപീകരിച്ച ശേഷം പിന്നീട് ഇങ്ങോട്ടെല്ലാം ഇടതുമുന്നണി ജയിച്ചു വരുന്ന മണ്ഡലമാണ്. തിരിച്ച് സാംസ്കാരികമായി തന്നെ 2 വ്യത്യസ്ത സ്വഭാവമുള്ള മണ്ഡലമാണ് കാസർഗോഡ് ജില്ല എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഈ പറഞ്ഞ 3 മണ്ഡലങ്ങളുടെ സ്വഭാവമല്ല ഇനി നമ്മൾ പറയാൻ പോകുന്ന കാസർഗോഡും മഞ്ചേശ്വരത്തുമുള്ളത്. ആ 2 മണ്ഡലങ്ങളിലും ഈ പറഞ്ഞത് വ്യത്യസ്തമായി UDFന് ആധിപത്യമുള്ള മണ്ഡലമാണ്. അതിൽ തന്നെ എനിക്ക് തോന്നുന്നു 2 മണ്ഡലങ്ങളായിരിക്കും ഇത്തവണ ഏറ്റവും ശ്രദ്ധേയമായ മത്സരങ്ങൾ നടക്കുക. അതൊന്ന് കിരൺ സൂചിപ്പിച്ച പോലെ തന്നെ മഞ്ചേശ്വരം മണ്ഡലമാകും. 2 ഉദുമ മണ്ഡലമായിരിക്കും. അതിൽ മഞ്ചേശ്വരം എടുക്കുകയാണെങ്കിൽ കാലങ്ങളായി BJP ജയത്തിനോടൊപ്പം എത്തിയ ഒരു മണ്ഡലമാണ്. അതിപ്പോൾ 2016-ൽ കെ സുരേന്ദ്രൻ്റെ 89 വോട്ടിന് തോറ്റു എന്നത് മാത്രമല്ല 91-ൽ KG മാരാർ അവിടെ തോൽക്കുന്നത് ഏതാണ്ട് 1072 വോട്ടുകൾക്കാണ്. അങ്ങനെ ഏതാണ്ട് പരമ്പരാഗതമായി തന്നെ BJPക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ് മഞ്ചേശ്വരം മണ്ഡലം. ആ മണ്ഡലത്തിൽ
കഴിഞ്ഞ കുറേ കാലങ്ങളായി BJP വിജയിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് നോക്കുകയാണെങ്കിലും BJP തോറ്റത് അവിടെ ഏതാണ്ട് 1000-ൽ താഴെ 800 ചില്ലറ വോട്ടുകൾക്കാണ് അവിടെ തോൽക്കുന്നത്. അങ്ങനെ BJPക്ക് കപ്പിനും ചുണ്ടിനും എന്ന് പറയുന്നത് പോലെ അത്തരത്തിലൊരു പ്രകടനം BJP അവിടെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത്തവണയും K. സുരേന്ദ്രൻ തന്നെ സ്ഥാനാർത്ഥിയാകുമെന്ന സൂചനകളൊക്കെ തന്നെ വരുന്നുണ്ട്. നിലവിൽ UDFന്റെ MLA AK അഷ്റഫ് അദ്ദേഹം ജനകീയനാണ്, പല ജനകീയ വിഷയങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ മഞ്ചേശ്വരത്ത് ഒരു ശക്തമായ മത്സരം ഇത്തവണ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. രണ്ടാമത്തെ മണ്ഡലം ഉദുമ മണ്ഡലമാണ്. ഉദുമ മണ്ഡലം നേരത്തെ പറഞ്ഞ പോലെ 87-ലാണ് LDF അവസാനമായി അവിടെ തോറ്റിട്ടുള്ളത്. പിന്നീട് ഇങ്ങോട്ട് തുടർച്ചയായി ജയിച്ചു വരുന്ന മണ്ഡലമാണ്. ആ മണ്ഡലത്തിന് ഇടത് സ്വഭാവം തന്നെയാണുള്ളത്. പ്രത്യേകിച്ച് ബേഡകം പോലുള്ള CPMന്റെ ഉരുക്കുകോട്ടകളുള്ള മണ്ഡലമാണ്. കുറ്റിക്കോൽ എന്ന് പറയുന്ന CPM തുടർച്ചയായി ജയിക്കുന്ന പഞ്ചായത്തുണ്ട്. അങ്ങനെ ഒരു വലിയ ഫാക്ടർ CPMന് അവിടെ അനുകൂലമായിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ് തന്നെ ഉദുമ നോക്കുക. ഉദുമ 2016-ൽ മത്സരിച്ച് K. സുധാകരൻ എന്ന് പറയുന്ന കോൺഗ്രസിലെ മലബാർ രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് മലബാർ രാഷ്ട്രീയത്തിലെ ഏറ്റവും കരുത്തനായ നേതാവാണ്. അദ്ദേഹം അവിടെ മത്സരിച്ചിട്ട് പോലും ഏതാണ്ട് 4000 വോട്ടിന് പരാജയപ്പെട്ടു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പെരിയ ഇരട്ടക്കൊലപാതകം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയായ വിഷയമാണ്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം LDFന് കാലങ്ങൾക്ക് ശേഷം നഷ്ടപ്പെടാനിടയായ ഒരു പ്രധാനപ്പെട്ട സാഹചര്യം കൂടി ഇരട്ടക്കൊലപാതകമായിരുന്നു. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ പുതിയ സ്ഥാനാർത്ഥി CH കുഞ്ചമ്പു എന്ന് പറയുന്ന മുൻപ് മഞ്ചേശ്വരത്തെ MLA ആയ നേതാവ് അവിടെ വരുന്നു. എങ്കിൽ പോലും ഏതാണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ ആ മണ്ഡലം നിലനിർത്താൻ അവിടെ LDFന് സാധിച്ചത് അതിന്റെ സംഘടനാ സംവിധാനമാണ്. മാത്രമല്ല CH കുഞ്ഞമ്പു നിലവിൽ ജനകീയനാണ്. LDFന് അപ്പുറത്തേക്കുള്ള വോട്ട് സമാഹരിക്കാൻ ശേഷിയുള്ളൊരു നേതാവാണെന്ന കാര്യത്തിൽ സംശയമില്ല. സ്വാഭാവികമായി ഉദുമ UDFന് പിടിക്കണമെങ്കിൽ, നേടണമെങ്കിൽ ശക്തനായ അതിശക്തനായ ഒരു നേതാവ് വന്നാൽ മാത്രമേ ഒരു വലിയ മത്സരത്തിലേക്ക് ഉദുമ പോവുള്ളൂ. അല്ലാത്ത പക്ഷം ഉദുമ LDF നിലനിർത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാസർഗോഡ് മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ കാസർഗോഡ് പൊതുവെ അതൊരു UDF സ്വഭാവമുള്ള മണ്ഡലമാണ്. അവിടെ LDFനേക്കാൾ ഉപരിയായി അവിടെ മത്സരം നടക്കുന്നത് BJPയും ഒപ്പം തന്നെ ലീഗും തമ്മിലാണ്, UDFും തമ്മിലാണ് മത്സരം. ഇനി ഇങ്ങോട്ട് കണ്ണൂർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ കാഞ്ഞങ്ങാട് മണ്ഡലം അവിടെ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി മാറാനുള്ള സാധ്യത കൂടുതലാണ്. അത് LDFന്റെ പ്രത്യേകിച്ച് CPIയുടെ സീറ്റാണ്. മുൻ മന്ത്രി ചന്ദ്രശേഖരൻ പ്രതികരിച്ച സീറ്റാണ്. അദ്ദേഹം ഇത്തവണ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത കുറവാണ്. തൃക്കരിപ്പൂരും ഇതുപോലെ CPMന് വലിയ സ്വാധീനമുള്ള പഞ്ചായത്തുകൾ, പ്രത്യേകിച്ച് കയ്യൂർ ചീമേനി പോലുള്ള പഞ്ചായത്തുകളുള്ള മണ്ഡലമാണ്. അപ്പോൾ അവിടെയും വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല. രണ്ടാമത്തെ കാര്യം സൂചിപ്പിച്ച പോലെ തന്നെ ദേശീയപാത മാത്രമല്ല കാസർഗോഡിനെ സംബന്ധിച്ച്. കാരണം ഞാൻ ഏതാണ്ട് 16 വർഷങ്ങൾക്ക് മുമ്പ് തൊഴിൽ ചെയ്ത സ്ഥലം കൂടിയാണ് കാസർഗോഡ് ജില്ല. കാസർഗോഡ് ജില്ല കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾ വന്ന ജില്ല എന്ന് ചോദിച്ചു. പക്ഷേ കാസർഗോഡ് ജില്ലയാവും. പൊതുവെ മലബാറിലെ ജില്ലകൾക്ക് വികസനം കുറവായ ജില്ലകളാണ്. വയനാടായാലും കാസർഗോഡായാലും വികസനം വളരെ വലിയ തോതിൽ കുറവായ ജില്ലകളാണ്. പക്ഷേ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കാസർഗോഡ് ജില്ലയിൽ വലിയ മാറ്റങ്ങൾ അത്തരത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ സ്വാഭാവികമായും അത് സർക്കാരിനെ സംബന്ധിച്ച് അനുകൂലമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. സജിത്ത്, നമുക്ക് എന്തായാലും കാസർഗോഡ് അവസാനിക്കുമ്പോൾ കിരൺ ഒരു കാര്യം കൂടി നമുക്ക് മഞ്ചേശ്വരം ഒന്ന് പരാമർശിച്ച് പോകാം. മഞ്ചേശ്വരത്ത് BJPയുടെ വിജയം തടയുന്നത് LDFും UDFും ചേർന്നുള്ള ഒരു ജോയിന്റ് വെഞ്ചർ പ്രോഡക്റ്റാണ് പിന്നീട് അവിടെ സംഭവിക്കാറുള്ളത്. ഇതാണ് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു ആക്ഷേപം. അപ്പോൾ ഇത്തവണ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ ചിത്രത്തിൽ ഈ LDFും UDFും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന അതിശക്തമായ നീക്കമാണ്. എല്ലാ തവണയും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇത്തവണത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ ഒരു നീക്കുപോക്ക് അത് ഉണ്ടെങ്കിൽ അത്തരമൊരു പോസിബിലിറ്റി നമുക്ക് മഞ്ചേശ്വരത്ത് കാണാൻ കഴിയുമോ? BJP വിജയിക്കുമെന്ന അവരുടെ പ്രതീക്ഷകൾക്ക് എത്ര കണ്ട് സാധ്യതയുണ്ട്? സജിത്തെ, അങ്ങനെ വോട്ട് ചെയ്യുന്നത് ഏതെങ്കിലും 2 മുന്നണികൾ തീരുമാനിച്ച് അവിടെ BJP ജയിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് LDFുകാർ UDFിന് അല്ലെങ്കിൽ UDF LDFിന് വോട്ട് ചെയ്യുക എന്നൊന്നുമല്ല. അത് പൊതുവെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു വികാരമാണ്. തിരുവനന്തപുരത്ത്, അതാണ് നമ്മൾ നേരത്തെ തിരുവനന്തപുരത്തെ വിഷയം പറഞ്ഞത്. തിരുവനന്തപുരത്ത് രാത്രി 7 മണി വരെ തീരദേശ മേഖലയിലുള്ള ആളുകളൊക്കെ വന്ന് ക്യൂ നിന്ന് ഒരിക്കലും വോട്ട് ചെയ്യാൻ വരാത്തവരടക്കം വന്ന് വോട്ട് ചെയ്യാനുള്ളൊരു കാരണം അവിടെ BJP ജയിക്കാൻ പോകുന്നു എന്നൊരു സാഹചര്യം അല്ലെങ്കിൽ അത്തരമൊരു പ്രതീതി ഉണ്ടായപ്പോൾ അത് ഒരു കാരണവശാലും ഉണ്ടാവരുത് എന്ന് ചിന്തിക്കുന്ന മനുഷ്യരൊക്കെ അവിടെ രാഷ്ട്രീയം നോക്കാതെ ചിലപ്പോൾ ഏത് മുന്നണിയാണോ ജയിക്കാൻ സാധ്യത അവർക്ക് വോട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടാവും. നേരത്തെ ഈ ആഴ്ച സൂചിപ്പിച്ച ഈ മഞ്ചേശ്വരത്തെ സംബന്ധിച്ചാലും കാസർഗോഡിനെ സംബന്ധിച്ചാലും പ്രധാനപ്പെട്ട ഒരു വിഷയം അത് തന്നെയാണ്. അവിടെ ഒരു കാസർഗോഡ് ജില്ലയിൽ ഒരു വലിയ മാറ്റം ഉണ്ടാവാതിരിക്കാനുള്ള ഒരു സാധ്യതയും അത് തന്നെയാണ്. മറ്റ് വികസനമോ മറ്റെന്തെല്ലാം അജണ്ടകൾ ചർച്ച അല്ലെങ്കിൽ പൊതുവായ വിഷയങ്ങളൊക്കെ നിൽക്കുമ്പോഴും ഈ 2 മണ്ഡലങ്ങളിൽ സംബന്ധിച്ച് BJP നേരിട്ട് ഒരു പോരാട്ടത്തിന് നിൽക്കുകയാണ്. BJP ജയസാധ്യതയുള്ള 2 മണ്ഡലങ്ങൾ. അങ്ങനെ അവിടെ ഈ മറുഭാഗത്ത് ലീഗ് നിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും അവിടെ ആർക്കാണ് ജയസാധ്യതയുള്ളത്? അത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്കാണോ UDF സ്ഥാനാർത്ഥിക്കാണോ? ഇപ്പോൾ ഉള്ള ഒരു അവസ്ഥ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള അവസ്ഥ പരിശോധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ 2 മണ്ഡലങ്ങളിലും ജയസാധ്യത കൂടുതൽ ഉണ്ടായിരുന്നു. അന്നെല്ലാം ജയസാധ്യത കൂടുതൽ
ഉണ്ടായിരുന്നത് UDF തന്നെയായിരുന്നു. സ്വാഭാവികമായും ആ തരത്തിലേക്ക് UDF ജയസാധ്യത ഉണ്ടെങ്കിൽ BJPയുടെ വിജയം തടയുക എന്നുള്ള ലക്ഷ്യത്തിൽ അങ്ങനെ വോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അത് ഏതെങ്കിലും രണ്ട് മുന്നണികൾ ആലോചിച്ചിട്ട് ഞങ്ങളുടെ വോട്ട് നിങ്ങൾക്ക് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് ചെയ്യുക എന്ന രീതിയിലൊന്നുമല്ല. ജനങ്ങൾ സ്വയം എടുക്കുന്ന ചില തീരുമാനങ്ങളുണ്ട്. അവരുടെ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ഏത് രാഷ്ട്രീയം കടന്നു വരണം. ഇപ്പോൾ LDFനും UDFനും ഒക്കെ എല്ലാ വർഷവും മാറി മാറി വോട്ട് ചെയ്യുന്ന എന്തായാലും വലിയ വിഭാഗം ജനങ്ങൾ കേരളത്തിലുണ്ട്. ആ ജനങ്ങളിൽ ഒരു വിഭാഗമെങ്കിലും ആഗ്രഹിക്കുന്നത് ഇവിടെ BJP പോലെ ഒരു പാർട്ടി ഞങ്ങളുടെ നാട്ടിൽ അധികാരത്തിൽ വരരുത്, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രതിനിധിയായി അങ്ങനെ ഒരു BJPക്കാരൻ വരരുത് എന്ന് ആഗ്രഹിക്കുന്നവർ LDFിൽ ഉള്ളവരുമുണ്ട്, UDFിൽ ഉള്ളവരുമുണ്ട്. അങ്ങനെയുള്ള മനുഷ്യരൊക്കെ അതിനെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ കടലിലൊന്നും പെടുത്താൻ കഴിയുന്നതല്ല. അത് അങ്ങനെ ആ രാഷ്ട്രീയത്തിന്, സംഘപരിവാര രാഷ്ട്രീയത്തിന് എതിരായി ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ അവരുടെ പാർട്ടി ആഭിമുഖ്യം മാറ്റിവെച്ച് ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. അത് ഇനിയായാലും ഉണ്ടാവാൻ സാധ്യത ഉള്ളത് തന്നെയാണ്. അത് ഏത് സ്ഥലത്തും എല്ലായിടത്തും പല സ്ഥാനാർത്ഥികളുടെയും വിജയത്തെയൊക്കെ നിശ്ചയിക്കുന്നതിൽ അത്തരം ഘടകങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഒരു സ്ഥാനാർത്ഥി പലയിടത്തും ജയിക്കുന്നത് ആ സ്ഥാനാർത്ഥിയുടെ മികവ് കൊണ്ട് മാത്രം ജയിക്കണമെന്നില്ല. എതിർ നിൽക്കുന്ന സ്ഥാനാർത്ഥിയെ ചിലയിടത്ത് വോട്ട് ചെയ്യുന്നത് ഒരാളെ ജയിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ ചില സ്ഥലങ്ങളിൽ വോട്ട് ചെയ്യുന്നത് ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടിയായിരിക്കും. പലപ്പോഴും ഈ പുതുമുഖ സ്ഥാനാർത്ഥികളൊക്കെ വന്ന് വളരെ എക്സ്പീരിയൻസ്ഡ് ആയ നേതാക്കളെയൊക്കെ പരാജയപ്പെടുത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം പുതുമുഖ സ്ഥാനാർത്ഥിയുടെ കഴിവ് കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയല്ല ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. ഈ പരമ്പരാഗതമായി അവിടെ നിൽക്കുന്ന നേതാവ്, അത് ചിലപ്പോൾ കോൺഗ്രസ്സുകാരനോ CPMകാരനോ ആരായോ ആയിക്കോട്ടെ, ഏത് പാർട്ടിക്കാരനായിക്കോട്ടെ, അവർക്കെതിരായി ഉയർന്നു വന്ന ഒരു വികാരം, അത് അതിശക്തമായ ഒരു വികാരമാണെങ്കിൽ അവരുടെ അവരോട് രാഷ്ട്രീയ ആഭിമുഖ്യമുള്ള ആളുകളടക്കം, ഈവൻ അവരുടെ പാർട്ടിയിൽപ്പെടുന്ന ആളുകളടക്കം ചിലപ്പോൾ ഇവരോടുള്ള വിരോധം കൊണ്ട് മറുഭാഗത്തേക്ക് വോട്ട് ചെയ്യും. അങ്ങനെ തോൽപ്പിക്കാൻ വേണ്ടി വോട്ട് ചെയ്യുന്നതും ജയിപ്പിക്കാൻ വേണ്ടി വോട്ട് ചെയ്യുന്ന ഘടകമുണ്ട്. മഞ്ചേശ്വരത്തും കാസർഗോഡ് ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, അവിടെ തോൽപ്പിക്കാൻ വേണ്ടി വോട്ട് ചെയ്യുന്ന ഒരു പ്രവണത കൂടിയുണ്ട്. അത് സ്വാഭാവികമായും ഇത്തവണയും അങ്ങനെയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാകുന്നു. നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നതല്ല. മറ്റ് 3 മണ്ഡലങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഉദുമ ഒഴികെ ബാക്കിയുള്ള 2 മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അത് പൊളിറ്റിക്കൽ വോട്ട് നടക്കുന്നതാണ്. അവിടെ LDFന് വലിയ ആധിപത്യമുള്ളതാണ്. അവിടെ LDFനെ പരാജയപ്പെടുത്തിക്കൊണ്ട് UDFന് കടന്നു വരിക എന്നൊക്കെ പറഞ്ഞാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് പ്രയാസം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിലും അന്തിമ ഫലം വരുമ്പോൾ ഒരു വലിയ വ്യത്യാസമൊന്നും വരാനില്ല. അവിടെ നിന്ന് ആകെ അറിയേണ്ടതൊന്ന് മാത്രമാണ്, BJP മഞ്ചേശ്വരത്ത് നിന്ന് ജയിക്കാൻ സാധ്യതയുണ്ടോ? അത് മാത്രമാണ് കാസർഗോഡിനെ സംബന്ധിച്ച് ഒരു വലിയ കൗതുകമാകുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു വലിയ വ്യത്യാസം 5 സീറ്റ് നേടി UDF, 5 സീറ്റ് നേടി LDF ഒന്നും ജയിക്കാനുള്ള സാധ്യത നിലവിൽ നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല.